നിങ്ങൾക്കൊരു കാര്യം അറിയോ, UAE യൂസർ കാർ മേടിക്കുന്നവർ മോസ്റ്റ്ലി എന്തുകൊണ്ടാണ് GC സ്പെക്ക് മേടിക്കുന്നത്? അമേരിക്കൻ സ്പെക്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പേടിയാണ്, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് അത് മോസ്റ്റ്ലി ആക്സിഡന്റൽ കാസ് ആണ് അല്ലെങ്കിൽ ഫെഡഡ് ആണ് എന്നൊക്കെയാണ്. യെസ്, ഒരു പരിധി വരെ ആക്സിഡന്റൽ കാസ് ആണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ അവിടെ ഒരു ആക്സിഡന്റൽ കാസ് എന്ന് വെച്ചാൽ അവരത് ഗ്യാരേജിലേക്ക് എടുക്കില്ല, റിപ്പയർ ചെയ്യില്ല. അവിടെ ഒരു ഗ്യാരേജിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹവർലി ബേസ് ആണ് ചാർജ് ചെയ്യുന്നത്, പ്ലസ് റിപ്പയറിംഗ് കോസ്റ്റ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി തന്നെ ആ വണ്ടി തിരിച്ചെടുത്തിട്ട് കോപ്പാർട്ടിലൂടെ അല്ലെങ്കിൽ ഓപ്ഷൻ വഴി GCCയിലേക്ക്, ഈ നമ്മുടെ പ്രത്യേകിച്ച് UAE ആ വണ്ടി എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ലോക്കൽ ഓപ്ഷനിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു ജർമ്മൻ കാസ് ലൈക്ക് Audi, BM, Mercedes ഇതൊക്കെ ഒരു 2020 എബവ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, GC ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു 110, 120 അതിൻ്റെ മുകളിൽ കൊടുക്കണം. ഓക്കെ, ഈ സെയിം വണ്ടി നിങ്ങൾ അമേരിക്കൻ കാസ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അമേരിക്കൻ സ്പെക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 60-65 ആ റേഞ്ചിൽ. ഇനി നിങ്ങളത് ഒരു അറിയുന്ന ആളെ കൊണ്ടുപോയിട്ട് ലോക്കൽ ഓപ്ഷനിൽ ഇവിടെ പോയിട്ട് അത് എക്സാമിൻ ചെയ്ത് വണ്ടി കറക്റ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്സിഡന്റ് ഫ്രണ്ട് ഒന്നും അടിക്കാത്ത, എൻജിൻ റൂം ഹിറ്റ് ഇല്ലാത്ത, എൻജിൻ ചേസിസ് ഗിയർ എല്ലാം പെർഫെക്റ്റ് ആയ ഒരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്കൊരു 3000, 4000, ഇനി 5000 കൂട്ടി എങ്കിലും നിങ്ങൾക്കൊരു 65, 70ക്കുള്ളിൽ നിങ്ങൾക്കൊരു ഒരു GCC 120ക്ക് പോകുന്ന വണ്ടി നിങ്ങൾക്കൊരു 70ക്കുള്ള വണ്ടി റോഡിൽ ഇറക്കാം, സൂപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഈ അമേരിക്കൻ കാസിന്റെ AC പ്രോബ്ലം ആയിരിക്കും, ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ചാണ്. നിങ്ങളത് വണ്ടി നന്നായിട്ട് എക്സാമിൻ ചെയ്തിട്ട് നിങ്ങൾ നല്ല ഗ്യാരേജിലേക്ക് എടുത്തിട്ട് അതിന് നല്ല പാർട്സ് എല്ലാം ഇട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂപ്പറായി യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഇയറിനെ ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഒരുപാട് ന്യൂ ഓപ്ഷൻസ് സെന്റേഴ്സ് ഷാർജയിൽ തുറന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കൻ കാർസിന്റെ കുത്തൊഴുക്കാണ് ഇപ്പോൾ UAE. ഓക്കെ, എനിക്ക് തോന്നുന്നു അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നമുക്ക് കൊറോള അല്ലെങ്കിൽ യാരിസ് എല്ലാം മേടിക്കുന്ന റേറ്റിന് BM-ഉം Audi-യും അല്ലെങ്കിൽ ഒരുപാട് നല്ല ലക്ഷറി കാർസ് നോർമൽ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വണ്ടി മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അറിയുന്ന ഗ്യാരേജിൽ നിന്ന് ആരെങ്കിലും എടുത്തു പോയിട്ട് ആ വണ്ടി നന്നായിട്ട് എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ പ്രോബ്ലം എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ല ഗ്യാരേജിലേക്ക് എടുത്തിട്ട് നിങ്ങളത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ. താങ്ക് യു.